എല്ലാവർക്കും നമ്മുടെ ചാനലിലെ IVF സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീരീസിൽ വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ IVFന്റെ സ്റ്റെപ്പ് 3, അതായത് എഗ് എടുക്കുന്ന പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് മനസ്സിൽ ഒരുതരം ഭയവും പേടിയും ഒക്കെയാണ്. നമ്മുടെ തന്നെ ചാനലിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്രൊസീജിയർ സർജിക്കലി ആണോ ചെയ്യുന്നത്, ഇത് ചെയ്യുമ്പോൾ വേദന എടുക്കുമോ എന്നൊക്കെ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പെയിൻലെസ് പ്രൊസീജിയറാണ്. അത് മാത്രമല്ല, കൂടിപ്പോയ 10 മിനിറ്റ് മാത്രമേ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ സമയം വേണ്ടി വരത്തുള്ളൂ. ഈ ഒരു പ്രോസസ്സിനെ oocyte റിട്രീവൽ എന്നും ട്രാൻസ്വജൈനൽ oocyte റിട്രീവൽ എന്നും ഓവം പിക്കപ്പ് എന്നും ഒക്കെ വ്യത്യാസമായ പേരിൽ പറയപ്പെടാറുണ്ട്. ബേസിക്കലി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെവലപ്പ് ചെയ്ത ഫോളിക്കിൾസിൻ്റെ അകത്തു നിന്നും എഗ്ഗിനെ വെളിയിലെടുക്കുന്ന പ്രൊസീജിയർ, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ സോണോഗ്രഫി ചെയ്താണ് ചെയ്യുന്നത്. ട്രാൻസ്വജൈനൽ സോണോഗ്രഫിയുടെ പ്രോബിൻ്റെ മേളിൽ ഒരു നീഡിൽ അറ്റാച്ച് ചെയ്യും. ഈ നീഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. അതിൻ്റെ മുകളിൽ ടെഫ്ലോണിൻ്റെ കോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇത് സിംഗിൾ യൂസ് നീഡിൽ ആണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമേ ഒരു പേഷ്യൻസിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് അത് കളയണം. ഈ നീഡിൽ സോണോഗ്രഫി ഗൈഡൻസോട് കൂടി ഫോളിക്കിളിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഫോളിക്കിളിൻ്റെ അകത്ത് എത്ര ഫ്ലൂയിഡ് ഉണ്ടോ അതെല്ലാം പുറത്തെടുക്കും. ഫോളിക്കിൾ ഫ്ലൂയിഡിൽ എഗ്ഗ് മാത്രമല്ല കാണുന്നത്, ഗ്രാനുലോസ സെൽസ്, ക്യുമുലസ് സെൽസ് ഇതൊക്കെ കാണും. ഈ ഫ്ലൂയിഡ് സ്റ്റീരിയോസോം മൈക്രോസ്കോപ്പ് കൊണ്ട് എംബ്രിയോളജിസ്റ്റ് സ്ക്രീൻ ചെയ്യും. എന്നിട്ട് ക്യുമുലസ് oocyte കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എഗ്സിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ക്യുമുലസ് സെൽസ് എംബ്രിയോളജിസ്റ്റ് മാറ്റിയെടുത്തിട്ട് കൾച്ചർ മീഡിയയിൽ വെക്കും. ജനറലി 10 തൊട്ട് 12 ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൽ 7 തൊട്ട് 8 എഗ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ചിലപ്പോഴൊക്കെ 10 ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10ലും എഗ്സ് കിട്ടിയെന്നും വരാം. ചിലപ്പോൾ ഈ ഒരു നമ്പർ കുറഞ്ഞെന്നും വരാം. എഗ് റിട്രീവലിൻ്റെ പ്രോസസ് കോൺഷ്യസ് സെഡേഷനിലാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് ഇഞ്ചെക്ഷൻ ത്രൂ സെഡേറ്റീവ് കൊടുക്കും. ബട്ട് അവർ മുഴുവനായിട്ട് അൺകോൺഷ്യസ് ആയിരിക്കത്തില്ല, പക്ഷേ വേദന അവർ അറിയത്തില്ല. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് പേഷ്യൻസിനെ വാർഡിൽ ഷിഫ്റ്റ് ചെയ്യും. അതേ ദിവസം വൈകിട്ടോ രാത്രിയിലോ ഡിസ്ചാർജും ചെയ്യും. എഗ് പിക്കപ്പിന് ശേഷം കുറച്ച് പ്രിക്കോഷൻസ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻസ് നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കണം. എഗ് പിക്കപ്പിന് ശേഷം വയറ്റിൽ ലൈറ്റ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാകാം, യൂറിൻ പ്രോബ്ലംസ് ഉണ്ടാകാം, ചിലവർക്ക് ചെറുതായിട്ട് സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകാം. ഇത് നോർമലാണ്. ഇതല്ലാതെ എഗ് റിട്രീവൽ സേഫ് പ്രോസസ്സാണ്. ഇതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. യൂഷ്വലി എഗ് റിട്രീവൽ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ പേഷ്യൻസിന് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്, റുട്ടീൻ വർക്ക് ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ മുഴുവനായിട്ട് IVF ലാബിലാണ് ചെയ്യുന്നത്. എഗ്സിനെ നമ്മൾ എടുക്കുമ്പോൾ എഗ്സിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ളത് ക്യുമുലസ് സെൽസ് ആണ്. അതിൻ്റെ ഇടയ്ക്കാണ് എഗ് ഉള്ളത്. അതിനെ നമ്മൾ കൾച്ചർ മീഡിയയിൽ 2 മണിക്കൂറാണ് വെക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കൾച്ചർ മീഡിയയുടെ ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് എഗ്ഗിൻ്റെ ഫൈനൽ മെച്ചുറേഷന് വേണ്ടിയിട്ട്. 2 മണിക്കൂർ കഴിഞ്ഞാണ് ഫെർട്ടിലൈസേഷന് വേണ്ടി എഗ്ഗിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതാണ് IVF സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീരീസിൽ നമ്പർ 4. അപ്പോൾ ഇതൊക്കെയാണ് എഗ് റിട്രീവൽ, ട്രാൻസ്വജൈനൽ oocyte റിട്രീവലിൻ്റെ പ്രൊസീജിയർ. ഓവം പിക്കപ്പ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഒരുപാട് സിമ്പിളാണ്, പെയിൻലെസ് ആണ്, ചെറിയൊരു പ്രൊസീജിയറാണ്. ഇതിൽ ഡേ കെയർ അഡ്മിഷൻ ആണ് വേണ്ടത്. രാത്രിയിൽ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. രാവിലെ എഗ് റിട്രീവലിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയാൽ
രാത്രിയിൽ അല്ലെങ്കിൽ വൈകിട്ട് തന്നെ തിരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ പോകാവുന്നതാണ്. ഓവം പിക്കപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോഴും ഓവം പിക്കപ്പ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാലും എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.